വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് നിങ്ങൾ അടിയന്തരമായിട്ട് കുറച്ച് വായ്പ ചോദിച്ചു, അടിയന്തരമായിട്ട് വായ്പ തന്നു. പലിശ ഇല്ലാത്തത്, 50 വർഷം സമയമെടുക്കാൻ കഴിയുന്നത്, അതൊരു തരത്തിൽ സഹായധനമാണെന്ന് പറയുന്നു പ്രിന്റും കെ സുരേന്ദ്രനും. ആ സഹായധനത്തിന് നിങ്ങൾ നന്ദി പറയണ്ടേ? അല്ല, പ്രിന്റുവിനും അതുപോലെ തന്നെ BJP പ്രതിനിധികൾക്കും മാത്രമേ ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാതെ ഇക്കാര്യത്തിൽ സംസാരിക്കാൻ കഴിയുള്ളൂ. ഇവിടെ വായ്പ നൽകി എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ നേരത്തെ ഇപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിൽ കൂടി പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. STRFന്റെ ഇവിടെ വലിയ രൂപത്തിൽ അതാണല്ലോ വാദിക്കുന്നത്. STRFൻ്റെത് സാധാരണഗതിയിൽ തരേണ്ട പണമാണ്, തരുന്ന പണമാണ്. അത് ഈ ദുരന്തത്തിന്റെ ഭാഗമായി തന്ന പണമല്ല. 291 കോടിയാണ് ഈ ഒരു വർഷത്തേക്ക് തരേണ്ടത്. എന്നാൽ അതേ സമയത്ത് തന്നെ STRFിൽ തന്നെയുള്ള വിവേചനം നമ്മൾ മനസ്സിലാക്കണം. കേരളത്തോടുള്ള വിവേചനം ആന്ധ്രക്ക് 1036, മഹാരാഷ്ട്രയ്ക്ക് 2984, രാജസ്ഥാന് 1372, UP 1191. ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾക്ക് അത്രയും കൊടുക്കുമ്പോഴാണ് ഈ 291 തന്നെ തരുന്നത്. പക്ഷേ STRFിന് കൃത്യമായ മാനദണ്ഡമുണ്ട്. ഈ ദുരന്തത്തിന് വേണ്ടി വിനിയോഗിക്കാനുള്ള പണമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഒരുപാട് തവണ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. നാട്ടിലെല്ലാവർക്കും അറിയാം. BJP പ്രതിനിധികൾ എത്രമാത്രം അത് പറഞ്ഞാലും ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ടത് എന്താ? കേന്ദ്ര ദുരന്ത പ്രതികരണ ഫണ്ടിൽ നിന്ന് NDRF നിന്ന് പണം അനുവദിക്കാൻ വേണ്ടിയാണ്. ഒരു നയാ പൈസ ഈ 7 മാസം പിന്നീട് 7 മാസത്തോളം എത്തുമ്പോഴും ഒരു നയാ പൈസ നൽകാൻ വേണ്ടി തയ്യാറായോ? എന്നാൽ ആന്ധ്രയിൽ മരിക്കുന്ന 19 പേരാണ്, തെലുങ്കാനയിൽ മരിക്കുന്നത് 18 പേരാണ്. ആന്ധ്രയും തെലുങ്കാനയും കൂടെ മരിക്കുന്ന 37 പേരാ. അവിടത്തേക്ക് കൊടുത്തത് 3448 കോടിയാണ്. STRF അല്ല, NDRF ആണ്. ത്രിപുരയ്ക്ക് കൊടുത്തത് 40 കോടിയാണ്. 7ാമത്തെ ദിവസമാണ് കൊടുത്തത്. ഇവിടെ 7 മാസം കഴിഞ്ഞിട്ടും 1 രൂപ തന്നിട്ടില്ല. ബീഹാറിന് ഇപ്പൊ പ്രഖ്യാപിച്ചത് നിങ്ങൾ പറഞ്ഞു 15,000 കോടി ബജറ്റിൽ. അതിനു മുമ്പ് 755 കോടി രൂപയാണ് NDRFന്റെ ഭാഗമായി കൊടുത്തത്. ഇങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾക്ക് വലിയ രൂപത്തെ തുക കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ 300 പേരിലധികം ആളുകൾ മരിക്കുകയും എല്ലാം നഷ്ടപ്പെട്ടൊരു ജനത, 300 പേരിലധികം മരിച്ചിരിക്കുന്നു, ജീവനോപാധികൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു, അവരുടെ സ്ഥലവും വീടുമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാർ, രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, ഇവരോട് അല്പം മനുഷ്യത്വം കാണിക്കണ്ടേ? ഇവിടെ നിങ്ങൾ നോക്ക്, പ്രധാനമന്ത്രി ഇങ്ങോട്ട് വന്നല്ലോ. ഇപ്പം BJPയുടെ പ്രതിനിധി പറയുന്നത് പോലെ അല്ലല്ലോ പ്രധാനമന്ത്രി വന്ന ഘട്ടത്തിൽ പറഞ്ഞത്. അദ്ദേഹം ഇവിടെ വന്നു, നെയ്സമോളെയാണ് അദ്ദേഹം എടുത്തത്. നിങ്ങളുടെ മാധ്യമം ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും അദ്ദേഹം ഒരു കുഞ്ഞിനെ താലോലിക്കുന്ന ചിത്രം വലിയ രൂപത്തിൽ പ്രദർശിക്കപ്പെട്ടു. സാർവദേശീയ തലത്തിൽ തന്നെ, ഇന്റർനാഷണൽ ലെവലിൽ തന്നെ വലിയ വാർത്തയായി വന്നു. ആ നെയ്സമോളെ പ്രധാനമന്ത്രിക്ക് ഓർമ്മയുണ്ടോ? നെയ്സമോൾ എന്ന് പറഞ്ഞാൽ ആ ചൂരൽമലയുടെ ദുരന്തത്തിന്റെ ഒരു പ്രതീകമാണ്. അവിടെ നെയ്സമോളുടെ പിതാവ് ഷാജഹാൻ ദുരന്തത്തിൽ മരണപ്പെട്ടതാണ്, സഹോദരിമാർ ദുരന്തത്തിൽ മരണപ്പെട്ടതാണ്, മൈസമോളുടെ വല്യപ്പ മരണപ്പെട്ടതാണ്. നെയ്സമോൾക്ക് മാതാവ് മാത്രമാണുള്ളത്. അങ്ങനെ എത്രയോ കുടുംബങ്ങൾ. അവരോട് ഇത്തരത്തിലുള്ള ഇപ്പോഴും നിങ്ങൾക്കതങ്ങ് എടുത്ത് ചെലവാക്കിക്കൂടെ എന്ന് യാതൊരു മടിയുമില്ലാതെ പറയാൻ BJPക്കാർക്കല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അങ്ങേയറ്റം ക്രൂരമായിട്ടാണ് ഈ ചൂരൽമലയിലെ മുണ്ടക്കയിലെ ജനതയോട്, വയനാട്ടിലെ ജനതയോട് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രശ്നം. ഇവിടെ പിന്നെ വായ്പയുടെ കാര്യം ഇവിടെ പറഞ്ഞു. വായ്പ അല്ലല്ലോ ആവശ്യപ്പെട്ടത്. ഒരുപാട് തുക ആവശ്യപ്പെട്ടു. കൃത്യമായി പദ്ധതി ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി വന്നപ്പോൾ ആവശ്യപ്പെട്ടു, പിന്നീട് കൊടുത്തു. പിന്നെ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെന്റ് PDNA പ്രകാരം കൊടുത്തു. ഇതെല്ലാം കൊടുത്തു. എല്ലാം കൊടുത്തിട്ടും യാതൊരു പണവും ഇതുവരെ തന്നില്ല. ബഡ്ജറ്റിന് മുമ്പ് വീണ്ടും ആവശ്യപ്പെട്ടു 2000 കോടിയുടെ പണത്തിന്. ബഡ്ജറ്റിലും പ്രഖ്യാപിച്ചില്ല. ബീഹാറിന് വാരിക്കോരി രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കൊടുത്തല്ലോ. മറ്റു പല സംസ്ഥാനത്തിനും കൊടുത്തല്ലോ. രാഷ്ട്രീയ അധികാരം നിലനിർത്താൻ വേണ്ടി BJP കൊടുത്തല്ലോ. മനുഷ്യരായി പോലും പരിഗണിക്കാത്ത നിലപാടല്ലേ കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ സ്വീകരിച്ചത്? എന്നിട്ട് ഇപ്പൊ വായ്പയെ കുറിച്ച് പറയുന്നു. വായ്പ നിങ്ങൾ നോക്ക്, ഇത് നമുക്കൊന്ന് പരിശോധിക്കാലോ. വായ്പയിൽ പറയുന്ന കാര്യം എന്താ? പൊതു കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനാണ് 111 കോടി രൂപ, റോഡ് നിർമ്മാണത്തിനാണ് 87 കോടി രൂപ, പുന്നപ്പുഴ നദിയിൽ 8 കിലോമീറ്റർ ഭാഗത്ത് ഒഴുക്ക് ക്രമീകരിക്കാനാണ് 65 കോടി രൂപ, അഗ്നിശമന നിലയം പണിയാനാണ് 21 കോടി രൂപ, മുട്ടിൽ മേപ്പാടി റോഡ് നവീകരണത്തിന് 60 കോടി രൂപ. ഇങ്ങനെയുള്ള 16 പദ്ധതികൾക്കാണ് ഈ പണം വായ്പ തന്നെ നൽകുമെന്ന് പറയുന്നത്. മാർച്ച് 31-നകം ഇത് ചെലവഴിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ 45 ദിവസം കൊണ്ടാണ് ഞാൻ ഈ വായിച്ച ബിൽഡിങ്ങും റോഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആർക്കാണ് സാധിക്കുക? സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ അതിനുവേണ്ടിയുള്ള ശ്രമം നമ്മൾ പരമാവധി നടത്തും. ഗവൺമെന്റ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്, സാധ്യമാവുന്ന എല്ലാ ഇടപെടലും നടത്തും. പക്ഷേ നമുക്ക് യാഥാർത്ഥ്യബോധത്തോട് BJPയുടെ പ്രതിനിധി ഒന്നും ഉണ്ടായിരിക്കണം. ഞാൻ പറയട്ടെ,
ഞാൻ പറയട്ടെ, നിങ്ങൾ അസഹിഷ്ണുതപ്പെട്ടിട്ട് കാര്യമില്ല. ഈ താല്പര്യം നിങ്ങൾ കേരളത്തിന് വേണ്ടി നിങ്ങൾ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഒരു നയാ പൈസയും വാങ്ങിക്കൊടുക്കാൻ കാണിക്കൂ. ഈ കേരളത്തോട് വല്ല താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ കേരളത്തോട് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാതെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത ദുരന്തബാധിതരോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ പോലും ഞാൻ അതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ സംസാരിക്കട്ടെ എന്ന് ഓർത്താണ്. ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇവിടെ ഈ കാര്യത്തിൽ ഇത്ര ദിവസം കൊണ്ട് മാർച്ച് 31-നുള്ള നിബന്ധന ആര് വെച്ചു? നിബന്ധന വെച്ചുകൊണ്ടാണല്ലോ പണം തന്നിരിക്കുന്നത്. നിബന്ധന വെച്ചുകൊണ്ട് പണം തരുമ്പോൾ ഇത് യാഥാർത്ഥ്യമാകില്ല എന്ന് കൃത്യമായി അറിയാലോ. ഈ രൂപത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയാൻ ഉള്ള നീക്കമാണ് ഇവിടെ നടത്തുന്നത്. വലിയ പ്രതിഷേധം പോയ കേന്ദ്രത്തിന് ഉയർന്നു വരുന്നു. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നെയ്സമോൾ ഉൾപ്പെടെ ഡൽഹിയിലേക്ക് പോവാൻ 24-25 തീയതികളിൽ നെയ്സമോളുടെ മാതാവ് പങ്കെടുത്തുകൊണ്ട് വരികയാണ് ഡൽഹിയിലേക്ക്. പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ LDF-ന് നേതൃത്വം നടത്തുന്ന സമരം, അതിൽ പങ്കാളികളാവുകയാണ് ദുരന്തബാധിതർ. 24-25 തീയതികളിൽ ഡൽഹിയിൽ സമരം നടത്തുകയാണ്. വലിയ പ്രതിഷേധം ഉയർന്നു വരികയാണ്. ജനങ്ങളുടെ പ്രതിഷേധമായി ഉയർന്നു വരും. ഒരു തരത്തിലും ഇപ്പം ഇവിടെ പറഞ്ഞ BJP-യുടെ പ്രതിനിധി മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. പണത്തെക്കുറിച്ച് കൂടെ പറയുമ്പോൾ എന്ത് കാര്യമാണ് ഇവർ ചെയ്തത്? 3 കാര്യങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു ആദ്യഘട്ടം മുതൽ. ഒന്ന്, പണം അനുവദിക്കണമെന്നതാണ്. 2000 കോടി അനുവദിക്കണമെന്നതാണ്. അനുവദിച്ചില്ല. അത് NDRF-ന്റെ ഭാഗമായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അനുവദിച്ചില്ല. ഒരു നയാ പൈസ തന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യമായി നമ്മൾ ആവശ്യപ്പെട്ടതാണല്ലോ, കേരളത്തിലെ ഗവൺമെന്റ് എന്ന നിലയിൽ കേരള ബാങ്ക് ഒരു മാതൃക കാണിച്ചു. ആ ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളിക്കൊണ്ട് മാതൃക കാണിച്ചുകൊണ്ട് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ദുരന്ത നിവാരണ നിയമം സെക്ഷൻ 13 പ്രകാരം ഒരു ഉത്തരവിറക്കിയാൽ ദേശസാൽകൃത ബാങ്കുകളുടെ ബാങ്കുകളിലുള്ള ഇവരുടെ ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളാൻ വേണ്ടി പറ്റും. തയ്യാറായോ ഒരു ഉത്തരവിറക്കാൻ? കേന്ദ്രത്തിന് സാധിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. ഖജനാവിന് വലിയ പണം നഷ്ടം വരുന്ന കാര്യമല്ലല്ലോ. ഈ ദുരന്തബാധിതർക്ക് വേണ്ടി പറഞ്ഞപ്പോൾ തയ്യാറായോ? പിന്നെ നമ്മൾ ആവശ്യപ്പെട്ട കാര്യം എന്താ? ആദ്യഘട്ടം തീവ്ര സ്വഭാവമുള്ള ദുരന്തമായി പ്രഖ്യാപിക്കണം. ആദ്യഘട്ടത്തിൽ തയ്യാറായോ? ഏറ്റവും ഒടുവിൽ ഈ ദുരന്തത്തിന്റെ വാർത്തകളും മറ്റു കാര്യങ്ങളും എല്ലാം കുറഞ്ഞു വന്ന ഘട്ടത്തിൽ ആണല്ലോ ഇത് പ്രഖ്യാപിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നപ്പോഴാണല്ലോ പ്രഖ്യാപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ രാജ്യത്തെ MP-മാർക്ക് അവരുടെ MP ഫണ്ടിൽ നിന്ന്, ഖജനാവിന് വേറെ പണം നഷ്ടമൊന്നും വരുന്നില്ല, MP ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ വരെ ദുരന്തത്തിലെ ആളുകളെ സഹായിക്കാൻ മാറ്റിവെക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. പക്ഷെ അതിന് തയ്യാറായോ? ഒന്നിനും തയ്യാറായില്ല. അങ്ങേയറ്റം ജനങ്ങളായി പോലും കാണാത്ത, പൗരന്മാരായി പോലും കാണാത്ത നിലയിലുള്ള നിലപാടാണ് ദുരന്തബാധിതരോട്. കേരളത്തെ പൗരന്മാരായി പോലും കാണാത്ത അങ്ങേയറ്റം വിദ്വേഷം നിറഞ്ഞ നിലപാട് കേരളത്തോട് സ്വീകരിക്കുന്നു എന്നാണ് സർക്കാരിന്റെ പൊതുവായ നിലപാട്.